ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മീനമാസം 7-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 21-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 13 നാഴിക മൂലവും ബാക്കി പൂരാടവുമാണ്. പതിവുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഒട്ടനവധി അറിവുകൾ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്: ബഹുമാനപ്പെട്ട ശർമാജി, എൻ്റെ പേര് അജയ്, തിരുവനന്തപുരത്ത് താമസം, സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അവിവാഹിതനാണ്. വിവാഹത്തെപ്പറ്റിയും ജോലി, സാമ്പത്തിക ഭദ്രത എന്നിവയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. ഗ്രഹനില ചൂടെ ചേർക്കുന്നു. അജയൻ്റെ ഗ്രഹനില പ്രകാരം ലഗ്നാധിപൻ 6-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായും ധനത്തിൻ്റെ അധിപനായ ബുധൻ നിപുണയോഗകാരകനായും നിൽക്കുന്നതിനാൽ അത്തരക്കാർക്ക് 37-നും 40-നും മധ്യേ തങ്ങളുടെ ഭാഗ്യകാലവും മംഗല്യകാലവും ഒത്തൊരുമിച്ച് വരുമെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക വിശേഷ ലക്ഷണം. അതായത് 37-നും 40-നും മധ്യേ ഭാഗ്യചക്രം, ഭാഗ്യകാലചക്രം ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സദ്യദാനമാതി സൽക്കർമ്മങ്ങൾ നടന്നിടും, മംഗല്യം നടന്നിടും, 6-7 ആണ്ട് രാജതുല്യനായി വാണിടും. 37, 38, 39, 40 ഇത്യാദി കൊല്ലങ്ങൾ ശുഭതങ്ങൾ. അതായത് ഇങ്ങനെ രാശി നിൽക്കുന്ന, അതായത് ധനാധിപൻ അഷ്ടമത്തിൽ നിപുണയോഗകാരകനായിട്ടും ലഗ്നാധിപൻ സ്വക്ഷേത്ര ബലവാനായിട്ടും യോഗകാരകന്മാരായിട്ടും നിൽക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ മധ്യദ്രക്കോണം ആയിരിക്കുന്ന, അതായത് 35-നും 70-നും മധ്യേ പ്രായത്തിനാണ് സാധാരണ നിലയിൽ മധ്യദ്രക്കോണം എന്ന് പറയുന്നത്. ഏതാണ്ട് 1 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ആദ്യദ്രക്കോണവും 35 വയസ്സ് മുതൽ 70 വയസ്സ് വരെ മധ്യദ്രക്കോണവും 70 മുതൽ 121 വയസ്സ് വരെ, ശരാശരി ആയുസ് പറയുന്നത് 121 വയസ്സാണ്, അന്ത്യദ്രക്കോണവുമാണ്. അതിൽ മധ്യദ്രക്കോണം ആ കാലഘട്ടം ഇവർക്ക് ഫുൾ വോൾട്ടേജ് കിട്ടുമെന്നാണ്. അതിൽ പ്രത്യേകിച്ച് 37, 38, 39, 40 ഇത്യാദി കൊല്ലങ്ങൾ ശുഭതങ്ങൾ. എന്തൊക്കെയാണ് ശുഭതങ്ങൾ? അവർക്ക് ഭാസുര നിലയങ്ങൾ വെക്കലും ഭൂസ്വത്ത് ഗ്രഹിക്കുകയും, ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി പല ഭാഗങ്ങളിലായിട്ട് വാങ്ങിയിടാനുള്ള യോഗങ്ങൾ. അത് ചിലപ്പം തോട്ടങ്ങളാവാം, കൃഷിസ്ഥലങ്ങളാവാം. ഭൂസ്വത്ത് ഗ്രഹിക്കുകയും ശത്രുക്കളെ ജയിക്കുകയും ശത്രുക്കളെയും തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ള യോഗങ്ങളെയും, കുടുംബത്തിൽ സദ്യദാനമാതി സൽക്കർമ്മങ്ങൾ നടത്തുകയും, അതായത് പിറന്നാൾ തോറുമോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സദ്യ വെക്കുകയോ കുടുംബപരമായിട്ട് ഏതെങ്കിലും പ്രത്യേക ഒരു വിശേഷ നിമിഷങ്ങളിലെല്ലാം കരയടച്ച് സദ്യയൊക്കെ വെക്കുക, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, അന്നവസ്ത്രാദികളെല്ലാം സാധുക്കൾക്ക് കൊടുക്കുക, സ്ഥലത്തെ ദേവതമാർക്കൊക്കെ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പണങ്ങൾ മുടക്കുക, ഇങ്ങനെയുള്ള അതുപോലെ ആശുപത്രികൾക്കും ആതുരാലയങ്ങൾക്കൊക്കെ വേണ്ടി പണം മുടക്കുക, ബാസൂര നിലയങ്ങ വച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സദ്യയും ദാനയുമായി സൽക്കർമ്മങ്ങൾ നടത്തുകയും 6-7 ആണ്ട് രാജതുല്യനായി വാണുകയും. രാജതുല്യ യോഗം, അതായത് ആശ്രിതരും അശരണരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ ആവുകയും അവർക്ക് യഥാകാലം യഥായോഗ്യം വേണ്ട സൗഭാഗ്യാദികളൊക്കെ എത്തിച്ചു കൊടുക്കുകയും സമൂഹത്തിലും അതുപോലെ തന്നെ അവനവൻ്റെ ബന്ധജനങ്ങളിലും സ്വന്തം ജനങ്ങളിലും മിത്രജനങ്ങളിലും ആരാധ്യനായി തീരുകയും നാടിന് നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പല നന്മകൾ ചെയ്തു വരികയും, മംഗല്യം നടന്നിടും തക്കമിതല്ലതല്ലും, അവനവന് ഉദ്ദേശിക്കുന്ന പ്രൗഢിയിൽ ഉള്ള ലക്ഷണങ്ങളോട് കൂടിയ ലക്ഷണയുക്തയായ വധുവിനെ ലഭിക്കുന്നതിനും നല്ല ബന്ധുബലം വന്നു ചേരുന്നതിനും അതുവഴി ഐശ്വര്യ ലബ്ധിക്കും. മംഗല്യം ലഭിച്ചിടും തർക്കമിതല്ലതല്ലും, തർക്കവും തടസ്സവുമില്ലാതെ അനവധി ഭവനങ്ങളും വസ്തുക്കളും അനവധി വാഹനങ്ങളും സമ്പാദ്യാദികളും
പേരും പ്രശസ്തിയും സുന്ദരിയായ ഭാര്യയും മറ്റ് ഭൗതിക നേട്ടങ്ങളും ധാരാളം ധനങ്ങളും ഉണ്ടാക്കുവാനുള്ള യോഗത്തെയാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനനുസരിച്ചുള്ള പ്രയത്നവും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലഘട്ടം ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ചൊരു ദോഷം എന്നൊന്നും പറയാനില്ല. കൂടുതലും നവഗ്രഹങ്ങളെ പ്രീതിപ്പിക്കുക, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തോറും, അല്ലെങ്കിൽ ഒരു 10-18 ദിവസം പേരും നക്ഷത്രമൊക്കെ ചേർത്ത് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമ്മം, സ്വസ്തികം പത്മമിട്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം സ്വസ്തികമൂർത്തിയെ ധ്യാനിച്ച് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം മുതലായവയെ കൊണ്ട് പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതന്മിത്ര വരുണ പ്രാതരശ്വന പ്രാതഭഗം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീരോ വിധർത്ത ആത്രഛിദ്രം മന്യമാനസ്തുരഛിദ്രാജ ഛിദ്യം ഭഗവക്ഷിത്യാഹ ഭഗപ്രണേത ഭഗസത്യരാധോ ഭഗേ മാധ്യ ഉദവാദന്ന ഭഗ പ്രണോജനേ ഗോപിരശ്വേർ ഭഗപ്പുനർഭം നിർവന്ദസ്യാമ ഉദേദാനിം ഭഗവന്തസ്യാമോദ പ്രഭിത്വ ഉദമദ്യേ അഹന്നാം ഉദോതിതാമകവൻ ധൂരസ്യ വയം ദേവാനാം സുമൃതോ സ്യാമ ഭഗ ഏവ ഭഗവസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ തന്ദ്വാ ഭഗ സർവയിജ്യോഹവീതി സനോ ഭഗപുരയേതാപവേഹ സമത്വരായോ ഷസോരമം ദതികാവേവ സുജീപതായ അഹ്വാ ക്ഷീണം വസുപിതം ഭഗന്നോരഥമിവാശ്വാ വാജീന ആവഹന്തു. ഇപ്രകാരം തുടങ്ങി അവസാനിക്കുന്നതായ ഭാഗ്യസൂക്ത മന്ത്രങ്ങളാൽ ഒരു 18 ദിവസം ജലകന്ധ പുഷ്പ ധൂപദീപ ജലത്താൽ അജയൻ്റെ പേരും തൃക്കേട്ട നക്ഷത്രവും ചേർത്ത് നടത്തുകയും ഭാഗ്യസൂക്ത യന്ത്രവും ധരിച്ചാൽ 37-നും 40-നും മധ്യേ അനവധി ഭവനങ്ങളും വസ്തുക്കളും വാഹനങ്ങളും സമ്പാദ്യാദികളും നല്ല ബന്ധുബലവും ഉദ്യോഗലബ്ധിയും സാമ്പത്തിക പുഷ്ടിയും ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. കലാപരമായും കഴിവുള്ള ഒരു ജാതകമാണ്. കലാപരമായും പേരും പ്രശസ്തിയും എടുക്കാനുള്ള യോഗമുണ്ട്. അല്പസ്വല്പം നിരൂപണം, കവിത മുതലായതൊക്കെ എഴുതാനോ സാഹിത്യം, ഹാസ്യം മുതലായവയൊക്കെ ആയിട്ട് കിടക്കുവാനും യോഗമുള്ള ജാതകമാണ്. ജ്യോതിഷപങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.